ഹലോ അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മയും ഇപ്പൊക്കെ ഒന്ന് വിരുന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓല് വിരുന്ന് വന്നപ്പോൾ തന്നെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ടെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു, തലേന്ന് തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾ വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരാമെന്ന്. എന്നിട്ട് സിഫുവിനെ കൊണ്ട് ഭക്ഷണമൊക്കെ നമുക്ക് വേണ്ട ഭക്ഷണം ഓർഡർ ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞാട്ടാ. പനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യൽ. നമ്മളൊന്നിപ്പോൾ അങ്ങനെ വേങ്ങരയ്ക്ക് അങ്ങനെ പോയി നിൽക്കലില്ല. അപ്പോൾ ഇപ്പം ഇമ്മയൊക്കെ കൂടി ഞാനൊന്ന് നിർബന്ധിച്ചതാക്കിയിട്ടും ഭക്ഷണത്തിന് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തപ്പോൾ സിഫും റാണിയും കൂടി കോട്ടയ്ക്ക് നിന്ന് വാങ്ങിച്ച് വന്നതാട്ടത്. അതിലേക്കുള്ള ചോറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയമായപ്പോൾ നമ്മൾ ഭക്ഷണം വിളമ്പാന്ന് ചോദിക്കുമ്പോൾ കാക്ക രാത്രി 9 മണിയാവും വരാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ പോകാൻ വന്നിട്ട് വിളമ്പിയാൽ മതിയാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇതൊക്കെ ബോക്സിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ ഇരിക്കണ്ട വിചാരിച്ചുകൊണ്ട് എല്ലാം ഓരോരോ സെപ്പറേറ്റ് ആക്കി മാറ്റുകയാണ്. പിന്നെ വെച്ചാൽ പണിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചാൽ അവർക്കും ഭക്ഷണം കൊടുക്കണമല്ലോ. അപ്പോൾ ഓരോന്നും റെഡിയാക്കി മാറ്റിയിരിക്കണ്ട. അപ്പോൾ നമ്മൾ ചോറ് ഇറച്ചില്ലാതെ ആണ് ചോറ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ പൊറാട്ടയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചൂടാറാത്ത പാത്രത്തേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുക വിചാരിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. അപ്പം ഞാൻ പറയാം ഞാനെ വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇത് ചൂടോടെ തന്നെ തിന്നണം കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പൊറാട്ടയിൽ തന്നെ നമ്മൾ തിന്ന് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ലൊരു നെയ്യിൻ്റെ ടേസ്റ്റും ഒക്കെ കൂടി ഉള്ള ഒരു പൊറാട്ട ഇരുന്നത്. അപ്പോൾ അത് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി കൊടുക്കണം. അതിലേക്കുള്ള തൂമ്പ് മയോണീസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ ചൂട് നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ചെന്നതിൻ്റെ ശേഷം ഓർഡർ ചെയ്ത് തരുന്നത് മാതിരിയാണ്. അത്രക്കും നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പൊറാട്ടയും ഞാനൊക്കെ ചൂടാറാത്ത പാത്രത്തേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അതിനത് ആ കോയിൻ പേപ്പർ അതോടൊക്കെ എണ്ണ വെച്ച് കൊടുത്തത്. പിന്നെ ബ്രോസ്റ്റ് 1.5 ബ്രോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണിക്കാരൊക്കെ എത്തി. അപ്പോൾ അവർക്കാണ് ചോറ്, നമ്മൾ തിന്നണതിൻ്റെ ഇടയ്ക്ക് പണിക്കാർക്ക് നമ്മൾ ചോറ് കൊടുത്തു കേട്ടോ. അവർക്ക് നേരത്തെ എണീക്കാനുള്ളത്. അപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കും. അപ്പോൾ ഓർക്ക് കൊടുത്തതിൻ്റെ ശേഷം ഒക്കെയാണ് പിന്നെ നമ്മൾ ഭക്ഷണം റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി, പിന്നെ ഇതിലേക്ക് കറി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. നമ്മൾ ചിക്കൻ കറി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലേക്കൊക്കെ വേണ്ടിയിട്ട് പത്തിരി പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊറാട്ട ഞാൻ വാങ്ങാൻ പറഞ്ഞതായിരുന്നു. അപ്പം അങ്ങനെ പൊറാട്ടയും ഞാനൊക്കെ അങ്ങനെ വാങ്ങിച്ച്. അതേമാതിരി ചോറ് റൈസ് അരി പിന്നെ ഇറച്ചില്ലാതെയാണ് നമ്മൾ റൈസ് വാങ്ങിച്ചത്. പിന്നെ ഇറച്ചിക്കറി അതേപോലെ തന്നെ പിന്നെ അതിലേക്ക് അവർ തന്ന കൂട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു, സോസ് പിന്നെ മയോണീസും ഒക്കെ. അങ്ങനെ പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ രാവിലേക്കൊക്കെയുള്ള കറി ഉണ്ടാക്കട്ടെ. രാവിലെ നമ്മൾ ചിക്കൻ കറി ഒറ്റയ്ക്ക് ഒരു ഇതുണ്ടാവില്ല. ഉപ്പാക്ക് അധികമൊന്നും ചിക്കൻ കറിയും കാട്ടിയും ഇഷ്ടം വെന്തിയ പച്ചക്കറിയൊക്കെയാണ്. അപ്പോൾ ചിക്കൻ കറി കൂട്ടായില്ല, കൂട്ടൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് ഉരുളൻകിഴങ്ങും തോലൊക്കെ ചെത്തിക്കാണ്ട് ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ ഉരുളൻകിഴങ്ങും മുട്ടയും കൂടിയാണ് കറി വെക്കുന്നത് കേട്ടോ. നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 4 മുട്ടയും അതേമാതിരി ഉരുളൻകിഴങ്ങിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും 2 പച്ചമുളകും ഒരു ചെറിയൊരു വല്യുള്ളീൻ്റെ കഷ്ണം, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും, ഒരു തക്കാളിയും കൂടി ഇട്ടുകാണ്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കുക. ഒറ്റ വിസിലടുപ്പിച്ചിട്ടുള്ളൂ. ഉരുളൻകിഴങ്ങ് നമ്മൾ തോല് ചെത്തിയതല്ലേ, അപ്പോൾ പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുത്തു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി, അതിലേക്ക് വലിയൊരു വല്യുള്ളി, ചെറിയ വല്യുള്ളി ആണെങ്കിൽ 2 എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് എടുത്ത് കൊടുക്കുക. ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത്, അത് വഴറ്റിയതിൻ്റെ ശേഷം അതിലേക്ക് ഒരു പച്ചമുളകും 2 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങിൽ ഉപ്പിട്ടതുകൊണ്ട് ഉപ്പ് ഏറോ വിചാരിച്ചുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അടുപ്പത്ത് ഞാൻ കുട്ടിക്കുള്ള പൊടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ കുക്കറിലെ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് മുട്ടയൊക്കെ പുറത്തേക്ക് എടുക്കാം. അതൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്കത് പൊളിക്കാൻ പറ്റുള്ളല്ലോ. അപ്പോൾ ഇതിലേക്ക് നല്ല വെണ്ണം നമ്മൾ നല്ല ഗ്രേവി ആക്കി വെച്ച ആ ഉള്ളിയും ഇതൊക്കെ ഒന്നായിക്കാണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഉപ്പും എരിവും ഒക്കെ ഒന്ന് കറക്റ്റാന്ന് നോക്കുക. അതിന് ശേഷം അപ്പോഴേക്കും റാണി 1-ാം പാലും 2-ാം പാലും തേങ്ങ ചിരകിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിൽ രണ്ടാം പാൽ ഒഴിച്ച് കണ്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കണം. അതിന് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. അത് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിന് ശേഷം നല്ലോണം തിളച്ച് വന്ന് ആയതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് 1 തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് അത് അധികം പിന്നെ തിളക്കണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്നുകൊണ്ട് തിളച്ച് വന്നാൽ മതി. പിന്നെ അധികം തിളച്ചിട്ടുണ്ടെങ്കിൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോഴേക്കും കോഴിമുട്ടയൊക്കെ ചൂടാറിയപ്പോൾ ഞാൻ എല്ലാം നടു പൊളിച്ചിട്ട്, എന്താ വെച്ചാൽ ആദ്യം ഞാൻ ഒന്നങ്ങനെ ഇടാൻ വിചാരിച്ചു. പിന്നെ നടു പൊളിച്ചിട്ട് നമ്മൾ ആ കുഞ്ചിയിലൊക്കെ ടേസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നടു ഒന്ന് പൊളിച്ചിട്ട്. അവൻ ഇന്നലെ വെച്ച കറി ഉണ്ടായിരുന്നു, ഇറച്ചിക്കറി. ഇന്ന് രാവിലേക്കൊക്കെ വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ആ കറി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്താ വെച്ചാൽ വലിയൊരു കുടുക്കി തന്നെ ആദ്യമായിട്ട് വെള്ളം വെച്ചു. നമുക്ക് ചോറിനും ഫ്ലാസ്ക്കൊക്കെ ഒക്കെ എടുക്കാമല്ലോ വിചാരിച്ച്. അപ്പോൾ ചായക്കും അതിന് തന്നെ വെള്ളം എടുത്തു കേട്ടോ. അതിൻ്റെ ശേഷം പത്തിരി ചുടുകയാണ്. പക്ഷേ ഈ കല്ലിലല്ല കേട്ടോ ഞാൻ പത്തിരി ചുടൽ, നോൺ സ്റ്റിക്കിൻ്റെ ഇതൊക്കെ പോയൊരു കല്ലുണ്ട്, അതിലാണ് ചുടൽ. ഇന്നിപ്പോൾ രാവിലെ ഭയങ്കര തിരക്കിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ ഈ ചട്ടിയേനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പത്തിരികളൊക്കെ ഒന്ന് ചുട്ടെടുക്കുക. പത്തിരി പിന്നെ ചുട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ആവിക്കാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് പിന്നെ ഞാൻ എളുപ്പപ്പണി ചെയ്തതാണ്. അപ്പോൾ ഒന്ന് ചൂടാക്കിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തിന്നാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ പിന്നെ ചൂടാക്കാതെ അങ്ങനെ തന്നെ വെച്ചത്. പക്ഷേ ഫ്രിഡ്ജിലൊന്നും വെച്ചതല്ലല്ലോ. അതേമാതിരി പൊറാട്ടയും തന്നെ ആവിക്ക് വെക്കുകയാണ് നല്ലത് കേട്ടോ, ആരും ഇങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം മേലെ ഒഴിച്ച് കൊടുത്തുകൊണ്ടാണ് ഇത് ചുട്ടെടുത്തത്. മറിച്ചിട്ടുകൊണ്ടും അവിടെയും വെള്ളം ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ശരിക്കും വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ മറ്റേ ചട്ടി വെച്ചുകൊണ്ട് പത്തിരി ചുട്ടുകാണ്ട് ഇത് രണ്ടും പൊറാട്ടയും ഞാനൊക്കെ ഒന്ന് ആവിക്ക് വെച്ചാൽ മതിയായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയായി. ഞാൻ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചുട്ടാ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എല്ലാവരും ചായ കുടിക്കാൻ വരണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ. ഒരു അധിക വീഡിയോയിൽ എനിക്ക് കമൻറ്റ് കുറവാണ്. നല്ല കമൻറ്റുകൾ തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാം. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലിലേക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യാനും മറക്കരുത്.